ആരാണ് ഈ റസൂൽ പൂക്കുട്ടി? റസൂൽ പൂക്കുട്ടി ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായി വരാൻ കഴിയുന്ന ജനാധിപത്യ രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം പോലെ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ അതിന്റെ പ്രതിനിധിയാണോ? എനിക്ക് അറിയില്ല. ചെറിയച്ഛൻ പറഞ്ഞു തരണം. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാര്യം അദ്ദേഹം നമ്മളുടെ അബ്ദുൽ കലാമിന്റെ ഒക്കെ ഒരു മൂശയിൽ വാർത്തെടുത്ത RSSന് സ്വീകാര്യനായ ഒരു മുസ്ലിം കലാകാരനാണ്, അല്ലെങ്കിൽ വിദഗ്ധനാണ്. അതിന് നിരവധി തെളിവുകൾ ഞാൻ ഇവിടെ വേണമെങ്കിൽ ചെറിയാനോട് എന്നെക്കാൾ അറിയുന്നത് കൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ കോവിഡ് കാലത്ത് മോഡിയുടെ പ്രസ്താവന കൈകൊട്ടാനോ എന്തായിരുന്നു അതിന്റെ പ്രസ്താവന, അതിനെ കൊടുത്ത പരസ്യമായ അദ്ദേഹം കൊടുത്ത സ്വീകരണം, അദ്ദേഹം വേണ്ട. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ 70ാം പിറന്നാളിന് RSS ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, നരേന്ദ്ര @70. പ്ലീസ് ചെറിയാൻ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അതിൽ ഏറ്റവും ശ്ലാഘിക്കപ്പെട്ട ഇന്ത്യക്കാരിൽ ഒരാൾ റസൂൽ പൂക്കുട്ടിയാണ്. ഇത് കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് ഇതെല്ലാം റസൂൽ പൂക്കുട്ടിയുടെ ഇദ്ദേഹത്തിന് ഈ വിവാദപ്പെടുന്നതിന് തന്നെ അദ്ദേഹം ഈ സ്ഥാനത്ത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു വളരെ സാംസ്കാരികമായി വളരെ പ്രധാനമുള്ള വർഗം പോലെ തന്നെ പ്രധാനമാണ് സാംസ്കാരികമായി ഫാസിസത്തെ പൊരുതുകാരുള്ളത്. കാസ്റ്റ്, 3 Cകൾ, ഒന്ന് ജാതി, ക്ലാസ് C, 3 കൾച്ചർ. ഈ 3 കൾച്ചറിലുമുള്ള ഒരേ സമയത്തെ യുദ്ധത്തിൽ കൂടി മാത്രമേ ഒരു ഇടതുപക്ഷ സർക്കാരിനും പ്രസ്ഥാനത്തിനും RSSനും മാറ്റാനും ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ ഒരു ബദൽ ശക്തിയായി ഒരു വരാൻ കഴിയുകയുള്ളൂ. ഈ കൾച്ചറിന്റെ കാര്യത്തിൽ ഇത്ര സുപ്രധാനമായ ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് റസൂൽ പൂക്കുട്ടിയെ പോലെ പ്രോ മോഡി ആയിട്ടുള്ള ഒരാൾ എങ്ങനെ വന്നു? അദ്ദേഹം അതുമാത്രമല്ല, അദ്ദേഹം മറ്റു കാര്യങ്ങളിൽ അദ്ദേഹത്തെ എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ അതിൽ വലിയൊരു നാണക്കേട് ഉണ്ടായത് ഈ 19 സിനിമകൾക്ക് അനുവാദമില്ലെന്ന് INB മിനിസ്ട്രി പറഞ്ഞ ശേഷം നടത്തിയ ഇടതുപക്ഷ ഗീർവാണങ്ങളാണ്. അതും ചെറിയാൻ കണ്ടിരിക്കും. ഞങ്ങൾ സജി ചെറിയാൻ പറയുന്നു, പിന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഹാൻഡിലുകൾ ഉടനെ പറയുന്നു, കണ്ടോ, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല RSSനെ എതിർക്കുന്നതിൽ ഞങ്ങൾ മുൻപന്തിയിൽ എന്ന മട്ടിൽ ഇത് പ്രചരിപ്പിക്കുമ്പോൾ നന്നായി. ഞാൻ കേട്ടപ്പോൾ സത്യസന്ധവും ആത്മാർത്ഥവുമാണെങ്കിൽ തൃണമൂൽ കാണിച്ച അല്ലെങ്കിൽ മമത കാണിച്ച ധൈര്യം പിണറായി കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇനി എന്നിലുള്ള പിണറായിയോടുള്ള സ്നേഹം വർദ്ധിച്ചു, എന്നിലുള്ള ഇടതുപക്ഷക്കാരൻ ആവേശം കൊണ്ടു. ഇതാ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഇഷ്ടം. പക്ഷെ എന്താ ഉണ്ടായത്? ഉണ്ടായി കഴിഞ്ഞപ്പോൾ 6 സിനിമകൾക്ക് അനുവാദം കൊടുക്കില്ല, അത് കൊടുക്കേണ്ട എന്ന് കേരള ഗവൺമെന്റ് കേരളത്തിലെ ചലച്ചിത്ര അക്കാദമി അധികൃതരോട് അറിയിച്ചു, നേരിട്ട് ചീഫ് സെക്രട്ടറി. ഇത് വെറുതെ പറയുന്നതല്ല, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ, വെറുതെ വീട്ടിലിരുന്ന് ആലോചിച്ചുണ്ടാക്കുന്ന വിമർശനമല്ല. INB മിനിസ്ട്രിയുടെ കത്ത് 2 ദിവസം മുൻപ് നമ്മുടെ സെക്രട്ടറി തിലക്കിനെത്തുന്നു. പാവം ചീഫ് സെക്രട്ടറിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അദ്ദേഹം ഈ കത്തുമായി മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഓടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു, കേന്ദ്രം പറഞ്ഞ പോലെ അത് പ്രദർശിപ്പിക്കേണ്ടത്. ഇതാണ് ഞാൻ പറയുന്നത്, ഇതിന്റെ ഒരു പരിഹാസ്യത അവിടെ സംഭവിക്കുകയാണ്. അത് സമ്മർദ്ദം വർദ്ധിപ്പിച്ച